ലോകത്ത് ഏറ്റവും കൂടുതൽ വായനക്കാരുള്ള ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നോവലിസ്റ്റുകളിൽ ഒരാളാണ് ഹരൂക്കി മുറാകാമി. ജാപ്പനീസ് നോവലിസ്റ്റ് ഹരൂക്കി മുറാകാമിയുടെ നോവലിസ്റ്റ് ആസ് എ വൊക്കേഷൻ എന്ന പുസ്തകത്തെക്കുറിച്ചാണ് ഇന്ന് ടു ടെൽ ദ ടെയിൽ. വൺ തിങ് ഐ ഡു വാണ്ട് യു ടു അണ്ടർസ്റ്റാൻഡ് ഈസ് ദാറ്റ് ഐ ആം when all is said and done a very ordinary person. ഹരൂക്കി മുറാകാമി എന്നത് ജപ്പാനീസ് സാഹിത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നോവലിസ്റ്റ് എഴുത്തുകാരൻ എന്ന നിലക്കാണ് ലോകത്താകെ തന്നെയും ഇപ്പോൾ പരിഗണിക്കപ്പെടുന്നത്. One night, my wife and I were trudging home with our heads down, too broke to make the bank payment that was due the next day, when we stumbled upon a crumpled pad of bills lying in the street. എല്ലാ വർഷത്തെയും സാഹിത്യ നൊബേൽ പുരസ്കാരത്തിൻ്റെ ലിസ്റ്റ് വരുമ്പോൾ, സാധ്യതാ ലിസ്റ്റ് വരുമ്പോൾ അതിനുണ്ടായിരിക്കുകയും എന്നാൽ നൊബേൽ പ്രൈസ് കിട്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രമുഖ നോവലിസ്റ്റ് എന്നുകൂടെ അദ്ദേഹത്തെക്കുറിച്ച് സാഹിത്യം വായിക്കുന്ന ആളുകൾക്കറിയാം, ആകെ അറിയാം. നൊബേൽ പ്രൈസ് കിട്ടിയിട്ടില്ല എന്നതൊഴിച്ചാൽ പക്ഷേ അദ്ദേഹത്തിൻ്റെ ആരാധകരുടെ ബാഹുല്യം എന്നത്, വായനക്കാരുടെ ബാഹുല്യം എന്നത് ലോകത്തെല്ലായിടത്തുമായിട്ടുള്ള ഒരു സംഗതിയാണ്. ഏത് ഭാഷയിലേക്കും, അത് സാഹിത്യ വായനക്കാരുടെ ഏത് ഭാഷയിലേക്കും വല്ലാത്ത തോതിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള, വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള നോവലിസ്റ്റാണ് ജാപ്പനീസ് നോവലിസ്റ്റായുള്ള ഹരൂക്കി മുറാകാമി. അദ്ദേഹത്തിൻ്റെ നോവലുകൾ മലയാളമടക്കം ഇന്ത്യൻ ഭാഷകളിലേക്ക് കൂടെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുകയും വലിയ തോതിൽ വായിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നോർവീജിയൻ വുഡ്, 1Q84, കാഫ്ക ഓൺ ദ ഷോർ എന്നിങ്ങനെ അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള, വളരെ പ്രശസ്തമായിട്ടുള്ള ഒട്ടേറെ നോവലുകളുണ്ട്. അത് കേരളത്തിലടക്കം വലിയ വായനാ സമൂഹമുള്ള ആളാണ് അദ്ദേഹം. ജാപ്പനീസ് നോവലിസ്റ്റ് ഹരൂക്കി മുറാകാമിക്ക് മുമ്പേ തന്നെയും വലിയ തോതിൽ ലോകശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള ഒരു സാഹിത്യ മേഖലയാണ് ജപ്പാനിലെ സാഹിത്യ മേഖല. ജപ്പാനിലെ വലിയ നോവലിസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. കെൻസാബുറെ ഓയെ, ഒപ്പം ഈ യൂക്കിയോ മിഷിമ തുടങ്ങിയ വളരെ പ്രശസ്തമായിട്ടുള്ള സാഹിത്യകാർ ഉണ്ടായിരിക്കുന്ന, പ്രത്യേകിച്ച് നോവലിസ്റ്റുകൾ ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ് ജപ്പാൻ. മറ്റെല്ലാ മേഖലകളിലും എന്ന പോലെ സാഹിത്യത്തിൻ്റെ മേഖലയിലും അങ്ങേയറ്റം വളരെ ലബ്ധപ്രതിഷ്ഠരായിട്ടുള്ള വലിയ ആളുകൾ ഉണ്ടായിരുന്ന, എഴുത്തുകാരുള്ള ഒരു നാടാണ് ജപ്പാൻ. പക്ഷേ അതുവരെ ഉണ്ടായിരുന്ന രീതികളെ തകിടം മറിച്ചുകൊണ്ട് വന്ന് ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് അതിവേഗത്തിൽ വന്ന ഒരാളെന്ന നിലക്കാണ് ഹരൂക്കി മുറാകാമിയെ ലോക സാഹിത്യ മേഖല വിലയിരുത്തുക. അതേ തുടർന്ന് പിന്നീട് അദ്ദേഹത്തിന് ശേഷമുള്ള പിൻഗാമികളായിട്ടുള്ള ഒരുപാട് എഴുത്തുകാർ ഹരൂക്കി മുറാകാമിയുടെ ട്രാൻസ്ലേഷനുകൾ ഇംഗ്ലീഷിലും അങ്ങനെ ലോകത്തെല്ലായിടത്തും വായിക്കപ്പെട്ടതോട് കൂടിയിട്ട് ഒരുപാട് എഴുത്തുകാർ കൂടെ പുതുതായിട്ട് പിന്നിലേക്ക് വന്നു. അതുകൊണ്ട് ഹരൂക്കി മുറാകാമി എന്നത് ജപ്പാനീസ് സാഹിത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോവലിസ്റ്റ്, എഴുത്തുകാരൻ എന്ന നിലക്കാണ് ലോകത്താകെ തന്നെയും ഇപ്പോൾ പരിഗണിക്കപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ നോവലുകളാണ് ഏറ്റവും പ്രശസ്തം. നോവലിസ്റ്റ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പട്ടം. പക്ഷേ അദ്ദേഹം ചെറുകഥാകൃത്ത് എന്ന നിലക്ക് വളരെ വലിയ കൗശലങ്ങളുള്ള, ആഖ്യാന രീതിയിൽ വളരെ വ്യത്യസ്തതകളുള്ള, അതിഗംഭീരമായിട്ട് കഥ പറയുന്ന ഒരു കഥാകൃത്ത് എന്ന നിലക്കൂടെ അദ്ദേഹത്തിൻ്റെ കഥകൾ വളരെ ഫേമസ് ആണ്. ഒപ്പം തന്നെ നോൺ ഫിക്ഷൻ പുസ്തകങ്ങൾ കൂടെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അവിടെ ചില ആഫ്റ്റർ ദ ക്വേക്ക് എന്നൊരു പുസ്തകം, അങ്ങനെ അവിടെ നടന്നൊരു ടണൽ ആക്രമണത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകം എന്നിങ്ങനെ അദ്ദേഹം എഴുതിയിട്ടുള്ള നോൺ ഫിക്ഷൻ പുസ്തകങ്ങളും വലിയ തരത്തിൽ പോപ്പുലർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അദ്ദേഹം ആദ്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ നോവൽ രചനാ രീതിയെ പറ്റിയും അദ്ദേഹത്തിൻ്റെ നോവലുകളെ പറ്റിയും തന്നെയും എഴുതിയിരിക്കുന്ന ഒരു പുസ്തകം പുറത്തു വന്നിരിക്കുന്നത്. 2015 ഇത് ജപ്പാനിൽ ആദ്യമായിട്ട് ജപ്പാനീസ് ഭാഷയിൽ പുറത്തു വരുന്നത് പുസ്തകമായിട്ട്. അതിനു മുമ്പ് ജപ്പാനിലെ ചില സാഹിത്യ മാസികകളിൽ ആണ് ഈ പുസ്തകത്തിലെ ലേഖനങ്ങൾ ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തതെന്ന് ഇതിൻ്റെ മുഖപുരയിൽ ഹരൂക്കി മുറാകാമി തന്നെയും പറയുന്നുണ്ട്. നോവലിസ്റ്റ് ആസ് എ വൊക്കേഷൻ എന്നാണ് ഈ പേര് പറയുന്നത്. ഈ പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ നോവൽ എഴുത്തിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങളും അദ്ദേഹത്തിൻ്റെ രചനാരീതി എങ്ങനെയാണ്, രചനാ തന്ത്രങ്ങൾ എങ്ങനെയാണ്, ഒപ്പം ഈ നോവൽ എഴുത്തിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളുമാണ് ഈ പുസ്തകത്തിൽ പ്രധാനമായിട്ടുള്ളത്. അത് മുറാകാമി ഒരിക്കലും നേരത്തെ എവിടെയെങ്കിലും പറഞ്ഞ് നമ്മൾ വായിച്ചിട്ടുള്ളതല്ല. അതാണ് ഈ പുസ്തകത്തിൻ്റെ പ്രസക്തി. 2015 ജാപ്പനീസ് ഭാഷയിൽ ജപ്പാനിൽ ഇറങ്ങിയിരുന്നെങ്കിലും 2022 ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലൂടെ ലോകത്തിൻ്റെ മറ്റെല്ലാ ഭാഗത്തേക്കും എത്തുന്നത്. 2022 എന്നൊക്കെ ആകുമ്പോഴേക്ക് ഹരൂക്കി മുറാകാമി ലോകത്തിലെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഒരു നോവലിസ്റ്റായിട്ട് ലബ്ധപ്രതിഷ്ഠ നേടുകയും ഒരു 5-6 വർഷങ്ങളെങ്കിലുമായിട്ട് ഈ വർഷത്തെ സാഹിത്യ നൊബേൽ പുരസ്കാരം ഹരൂക്കി മുറാകാമിക്കായിരിക്കും എന്ന മട്ടിൽ നിരന്തരമായിട്ട് വാർത്തകൾ വരികയും ചെയ്തിട്ട് സാഹിത്യത്തോട്, ഇപ്പം അദ്ദേഹത്തിൻ്റെ നോവൽ വായിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് പോലും അദ്ദേഹത്തിൻ്റെ പേര് വളരെ ഫെമിലിയർ ആയിരിക്കുന്ന രീതിയിൽ അത്രക്ക് പോപ്പുലർ ആവുകയും ചെയ്ത കാലത്താണ് അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം നോവലിസ്റ്റ് ആസ് എ വൊക്കേഷൻ, ഒരു ജീവിത വൃത്തി എന്ന നിലയിൽ നോവൽ എഴുത്ത് എന്ന് മലയാളത്തിലേക്ക് വേണമെങ്കിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ആമുഖത്തിൽ അദ്ദേഹം പറയുന്നത്, ഞാനിത് ഒരു ജപ്പാനിലെ സാഹിത്യ മാസികയിൽ അവിടുത്തെ ചില എഴുത്തുകാർക്ക് വേണ്ടി, അല്ലെങ്കിൽ സാഹിത്യ മാസികയുടെ എഡിറ്റർമാരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് എഴുതിയ കാര്യങ്ങളാണ്. എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിലൊന്ന്, എന്തുകൊണ്ടാണ് എഴുതുന്നത്, എങ്ങനെയാണ് എഴുതുന്നത്, നിങ്ങളുടെ എഴുത്ത് രീതി എങ്ങനെയാണ്, അവനവനെക്കുറിച്ചും അവനവൻ്റെ നോവലുകളെക്കുറിച്ചും പറയുക എന്നത് പ്രയാസപ്പെട്ടൊരു കാര്യമാണ് തനിക്ക് എന്ന് മുറാകാമിതിൻ്റെ ആമുഖ ലേഖനത്തിൽ തന്നെയും പറയുന്നുണ്ട്. വായനക്കാർക്ക് അങ്ങേയറ്റം കൗതുകമുള്ള ചില നിരീക്ഷണങ്ങൾ ഇതിനകത്ത് നിന്ന് കിട്ടും.
ഒപ്പം നോവൽ എഴുതുന്ന ആളുകൾക്കും അദ്ദേഹത്തിൻ്റെ ഒരു ലോകത്ത് വളരെ ഫേമസ് ആയിരിക്കുന്ന എണ്ണപ്പെടുന്ന ഒരു നോവലിസ്റ്റിൻ്റെ രചനാ രീതിയും അദ്ദേഹം നോവൽ എഴുത്ത് എന്ന പ്രക്രിയ എങ്ങനെയാണ് കാണുന്നത് എന്ന് മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന ഒരു പുസ്തകം കൂടിയാണ്. ആ നിലക്ക് വായനക്കാരും നോവൽ എഴുതുന്ന ആളുകളും വായിക്കേണ്ടുന്ന ഒരു പുസ്തകം എന്ന നിലക്കാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ 2ാം എപ്പിസോഡിൽ നോവലിസ്റ്റ് ആസ് എ വൊക്കേഷൻ എന്ന ഹരൂക്കി മുറാക്കാമിയുടെ പുസ്തകം വരാനിടയായത്. ഇതിനകത്ത് 11 ചെറു ലേഖനങ്ങളാണ് ഉള്ളത്. എല്ലാം അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ നോവലുകളെക്കുറിച്ചും നോവലെഴുത്തിനെക്കുറിച്ചും എഴുത്ത് രീതിയെക്കുറിച്ചും അതിനകത്ത് എന്തൊക്കെയാണ് തന്നെ നയിച്ച പ്രചോദനങ്ങളായിട്ടുള്ള കാര്യങ്ങൾ എന്നതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. ഇപ്പം നമുക്ക് ആ അധ്യായങ്ങളുടെ പേരുകൾ വായിച്ചാൽ തന്നെയും ഈ 11 അധ്യായങ്ങളുടെ പേരുകൾ വായിച്ചാൽ തന്നെയും ഈ പുസ്തകത്തിനകത്ത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനാകും. അതിങ്ങനെയാണ്: ആർ നോവലിസ്റ്റ് ബ്രോഡ് മൈൻഡഡ് ഒന്നാമത്തേത്, വെൻ ഐ ബിക്കേം എ നോവലിസ്റ്റ് രണ്ടാമത്തെ ലേഖനം, ഓൺ ലിറ്റററി പ്രൈസസ്, on originality, so what should I write about, making time your ally on writing a novel, a completely personal and physical occupation, regarding schools, what kind of characters should I include, who do I write for, going abroad and new frontier. ഈ പേരുകൾ, അതായത് അധ്യായങ്ങളുടെ പേരുകൾ കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും എന്താണ് ഈ പുസ്തകത്തിനകത്ത് ഉള്ളത് എന്നിപ്പോൾ ആർ നോവലിസ്റ്റ് ബ്രോഡ് മൈൻഡഡ് എന്ന് പറയുന്ന ആദ്യ ലേഖനം തന്നെയും അത്തരം ഒരുപാട് നിരീക്ഷണങ്ങളാലൊക്കെ സമ്പന്നമായിട്ടുള്ളതാണ്. വെൻ ഐ ബിക്കെയിം എ നോവലിസ്റ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നോവൽ എഴുത്തിൻ്റെ അതിലേക്ക് അദ്ദേഹം കടക്കുന്നതും എങ്ങനെയാണെന്നും അദ്ദേഹം ആ മേഖലയിൽ ഒരു ലബ്ധപ്രതിഷ്ഠിതമായത് എങ്ങനെയാണ് എന്നതും അദ്ദേഹം വിശദീകരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങൾ പറയുന്നതാണ്. ഓൺ ലിറ്റററി പ്രൈസസ് എന്ന 3ാമത്തെ ലേഖനം അങ്ങേയറ്റം സവിശേഷ ശ്രദ്ധ ആകർഷിക്കുന്നതാണ്. ഒന്ന്, പ്രത്യേകിച്ച് ഇപ്പോഴും ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളിലും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ സാഹിത്യ മേഖലയിലെ ഏറ്റവും വലിയ ചർച്ചകളിലൊന്ന്, അത് ജപ്പാനിൽ മാത്രമല്ല ഈ സാഹിത്യം ശ്രദ്ധിക്കുന്ന ലോകത്തെമ്പാടുള്ള കാര്യങ്ങളിൽ, പ്രത്യേകിച്ചും ഈ നോബൽ സീസണിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകളിലൊന്ന്, ഹരൂക്കി മുറാക്കാമിക്ക് നോബൽ പ്രൈസ് കിട്ടാത്തത് എന്താണ്, ഹരൂക്കി മുറാക്കാമിക്ക് ഇത്തവണ നോബൽ പ്രൈസ് കിട്ടുമോ എന്നതുപോലുള്ള ചർച്ചകളാണ്. അദ്ദേഹത്തിൻ്റെ പേര് കുറേയൊക്കെ വന്നൊരു തമാശ പോലെയൊക്കെ, അതായത് ഇത്തവണയും മുറാക്കാമിക്കില്ല നോബൽ, അല്ലെങ്കിൽ നൊബേൽ കിട്ടാത്ത ആളാണ് എന്ന മറ്റുള്ള ചർച്ചകൾ ഇങ്ങനെ ആ ഘട്ടത്തിൽ നടക്കും. അതുകൊണ്ട് നൊബേലും മുറാക്കാമിയും എന്നത് ലോക സാഹിത്യ, പ്രത്യേകിച്ച് നോവൽ സാഹിത്യ രംഗത്തെ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായതുകൊണ്ട് ഈ ഓൺ ലിറ്റററി പ്രൈസസ് എന്ന ലിറ്റററി അവാർഡുകളെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ലേഖനം ആ തലക്കെട്ട് കൊണ്ട് തന്നെയും പ്രത്യേകമായിട്ട് സവിശേഷത ഉള്ളതാണ്. ഓൺ ഒറിജിനാലിറ്റി, സോ വാട്ട് ഷുഡ് ഐ റൈറ്റ് അബൌട്ട്. ഞാൻ പിന്നീട് വായിച്ചതെല്ലാം ഇതിനകത്തുള്ള മറ്റ് രസകരമായിട്ടുള്ള നിരീക്ഷണങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ ചേർന്നുള്ള ഒരു ലേഖനങ്ങളും കുറിപ്പുകളും ഒക്കെയാണ് എന്ന് നമ്മൾ കാണണം. ഇതിനകത്ത് ഹരൂക്കി മുറാക്കാമി എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും പ്രശസ്തനും പ്രധാനിയുമായിട്ടുള്ള നോവലിസ്റ്റ് ആകുന്നത് എന്ന് വെച്ചാൽ, നമുക്ക് സാധാരണക്കാർക്ക് ഒരുപക്ഷെ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് മനസ്സിലാവുക, അദ്ദേഹം ഒരു നോവൽ കൊണ്ടുണ്ടാക്കുന്ന പണത്തിൻ്റെ വലുപ്പം കൂടെ പരിഗണിച്ചാൽ അതിൻ്റെ ഒരു വലുപ്പം മനസ്സിലാകും. അതായത് അദ്ദേഹം ഒരു നോവൽ എഴുതിയാൽ അതിന് കോടിക്കണക്കിന് രൂപയാണ് അദ്ദേഹത്തിൻ്റെ അഡ്വാൻസ് ആയിട്ട് അദ്ദേഹത്തിന് മറ്റും കിട്ടുക എന്ന് ChatGPT മറ്റും പറഞ്ഞു തരും. ഒരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ട് ജാപ്പനീസ് ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുകയാണെങ്കിൽ അതിന് കോടിക്കണക്കിന് രൂപയാണ്, 10 കോടിയോ 15 കോടിയോ എന്ന് ChatGPT പറഞ്ഞു തരും. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു മൂല്യം എന്നുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലായി കാണുമല്ലോ, അതായത് ഈ സാഹിത്യം വായിക്കാത്ത ആളുകൾക്കും അദ്ദേഹത്തിൻ്റെ നോവൽ വായിക്കാത്ത ആളുകൾക്കും മനസ്സിലായി കാണുമല്ലോ ആ പുസ്തകങ്ങളുടെ ഒരു വലിപ്പം. അദ്ദേഹത്തിൻ്റെ നോവലിനെ പറ്റി ഇതിനകത്ത് പറയുന്നുണ്ട്. അതായത് എന്താണ് ഞാൻ എന്ന് അദ്ദേഹം പറയുന്നത്, ഞാനൊരു വളരെ സാധാരണക്കാരായ മനുഷ്യനാണ്, അതായത് നിങ്ങളെല്ലാവരെയും പോലെ ഒരു സാധാരണക്കാരനായ മനുഷ്യനാണ് ഞാനും. പക്ഷേ നോവൽ എഴുതുക എന്നത് എൻ്റെ ഉള്ളിലേക്ക് എനിക്ക് അബോധപൂർവമായിട്ടുള്ളൊരു കഴിവ് എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അദ്ദേഹം സമ്മതിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ഇതിപ്പോൾ ആദ്യ ലേഖനത്തിൽ വെച്ചാണ്, വൺ തിങ് ഐ ഡു വാണ്ട് യു ടു അണ്ടർസ്റ്റാൻഡ് ഈസ് ദാറ്റ് ഐ ആം വെൻ ഓൾ ഈസ് സെഡ് ആൻഡ് ഡൺ എ വെരി ഓർഡിനറി പേഴ്സൺ. അങ്ങേയറ്റം സാധാരണക്കാരായ ഒരു മനുഷ്യനാണ് ഞാൻ. ഐ ഡു തിങ്ക് ഐ ഹാവ് സം ഇന്നേറ്റ് എബിലിറ്റി ടു റൈറ്റ് നോവൽസ്. അതായത് ഒരു ഇന്നേറ്റ് എബിലിറ്റി ഉണ്ട് തനിക്ക്. ഇഫ് ഐ ഡിഡിൻറ്റ് ഐ വുഡൻറ്റ് ഹാവ് ബീൻ ഏബിൾ ടു റൈറ്റ് നോവൽസ് ഓൾ ദീസ് മെനി ഇയേഴ്സ്. ഇത്രയും വർഷങ്ങൾ എനിക്ക് എഴുതാൻ പറ്റുമായിരുന്നില്ല. But that aside, if I do say so myself, I am the type of ordinary guy you will find anywhere. Not the type to stand out when I stroll around town. The type who has always shown to the worst tables at restaurants. തമാശയായിട്ട് കണ്ടാൽ മതി. I doubt that if I didn't write novels, anyone would ever have noticed me. I would have just lived out an ordinary, nondescript life in a totally ordinary way. In my daily life, I am hardly ever conscious of myself as a writer. അതായത് അങ്ങേറ്റം സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്, പക്ഷേ എനിക്ക് നോവൽ എഴുതാനുള്ളൊരു കഴിവുണ്ട്. ആ കഴിവില്ലായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും കാലം ഇത്രയും നോവലുകൾ എഴുതുമായിരുന്നില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. ഹരൂക്കി മുറാക്കാമി എന്ന ജാപ്പനീസ് നോവലിസ്റ്റിനെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ മനസ്സിലാക്കുമ്പോൾ അദ്ദേഹത്തെ പറ്റി വായിച്ചു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കാര്യം എന്താണ്, ജപ്പാനിലെ ജാപ്പനീസ് സാഹിത്യവും ഭാഷയും പഠിപ്പിക്കുന്ന അമ്മയും അച്ഛനും ടീച്ചേഴ്സായിരുന്നു. പഠിപ്പിക്കുന്ന ദമ്പതികളുടെ മകനായിട്ടാണ് ഹരൂക്കി മുറാക്കാമി ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ വീട് മുഴുവൻ ജാപ്പനീസ് സാഹിത്യത്തിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്ന ഇടമാണ്. രണ്ടുപേരും അധ്യാപകരായിരുന്നു, രണ്ടുപേരും ജാപ്പാനീസ് ഭാഷയും സാഹിത്യവും പഠിപ്പിക്കുന്ന ആളുകളായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ജാപ്പനീസ് ഭാഷയോടും സാഹിത്യത്തോടും ആയിരുന്നില്ല ചെറിയ പ്രായം തൊട്ട് താല്പര്യം. എന്ന് വെച്ചാൽ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് തന്നെ
ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. മറ്റ് പലയിടങ്ങളിലായിട്ട് ഞാൻ വായിച്ചിട്ടുള്ള കാര്യം, അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹം വെസ്റ്റേൺ നോവലുകളുടെയും ഇംഗ്ലീഷ് നോവലുകളുടെയും വെസ്റ്റേണൈസ്ഡ് ആയിട്ടുള്ള കൾച്ചറൽ സംഗതികളുടെയും വലിയ ആരാധകനായിരുന്നു എന്നാണ് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെയും എന്ന് നമ്മൾ ഓർക്കണം. അത് അദ്ദേഹം ഇതിനകത്ത് സാക്ഷ്യപ്പെടുന്നുണ്ട്. ആദ്യം മുതൽ തന്നെ പൈൽസ് ഓഫ് എന്ന് വെച്ചാൽ ഇങ്ങനെ കൂന കണക്കിന് പുസ്തകങ്ങൾ, ഇങ്ങനെ നോവലുകൾ വായിച്ചുകൊണ്ടേയിരിക്കുക എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം മുതലുള്ള കാര്യങ്ങൾ. അതിൽ പ്രധാനപ്പെട്ട ആളുകൾ സ്കോട്ട് ഫിറ്റ്സ്ജെറാൾഡ്, പിന്നെ ഈ പറയുന്ന റെയ്മണ്ട് കാർവർ, അങ്ങനെ അനേകം ഈ വെസ്റ്റേൺ സാഹിത്യകാരന്മാരുടെ നോവലുകൾ വായിച്ചാണ് അദ്ദേഹം ഈ നോവൽ എന്ന സാഹിത്യ രൂപത്തോട് അല്ലെങ്കിൽ എഴുത്ത് രൂപത്തോട് അദ്ദേഹത്തിന് വലിയ ആഭിമുഖ്യം ഉണ്ടായിട്ട് വന്നത്. ജപ്പാനിൽ എല്ലാവരും ജാപ്പനീസ് സാഹിത്യത്തോട്, ജാപ്പനീസ് കൾച്ചറിനോട് വളരെയേറെ ആഭിമുഖ്യമുള്ള ആളുകളായിരിക്കുമ്പോൾ തന്നെ ഹരൂക്കി മുറാക്കാമി പക്ഷേ ഒരല്പം വ്യത്യസ്തനായിരുന്നു അവിടെ. അദ്ദേഹം നേരെ ഈ പറഞ്ഞ പോലെ വെസ്റ്റേൺ സംഗതികളോട്, കൾച്ചറൽ സംഗതികളോട് അദ്ദേഹം വലിയ ആഭിമുഖ്യമുള്ള ആളായിരുന്നു. ജാസ് മ്യൂസിക് അടക്കമുള്ള വെസ്റ്റേൺ സംഗീത ശാഖകളോട് വലിയ ആഭിമുഖ്യം ചെറുപ്പം മുതൽ അദ്ദേഹത്തിനുണ്ട്. ഒപ്പം മറ്റൊരു വ്യത്യസ്തത, ജപ്പാനിലെ പതിവ്, നമ്മുടെ നാട്ടിലുള്ള ആളുകൾ തന്നെ ജപ്പാനിലെ പതിവ് എന്ന് വെച്ചാൽ പഠിക്കുക, പഠനം പൂർത്തിയാക്കുക, ജോലി സമ്പാദിക്കുക, ജോലിക്ക് ശേഷം വിവാഹിതനാവുക, കുടുംബം ഉണ്ടാക്കുക. ഇതാണല്ലോ നമ്മൾ സാധാരണഗതിയിൽ പരിചയിച്ചു വരുന്ന രീതി. അദ്ദേഹം അത് എഴുതുന്നത് ജപ്പാനിലും അതൊക്കെ തന്നെയാണ്. പക്ഷേ എൻ്റെ രീതി നേരെ തിരിച്ചായിരുന്നു. ഞാൻ പഠനം പകുതിയായപ്പോൾ തന്നെ സഹപാഠിയെ കല്യാണം കഴിച്ചു. അതിനുശേഷം പഠനം പൂർത്തിയാകുന്നതിന് മുമ്പ് ജോലിയിൽ പ്രവേശിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ആ പ്രദേശത്തൊരു ജാസ് ബാർ തുടങ്ങുകയാണ് രണ്ടുപേരും. ഈ ജാസ് ബാർ തുടങ്ങി ജോലി പ്രവേശിച്ച ശേഷമാണ് അദ്ദേഹം പിന്നീടാണ് പഠനം പൂർത്തിയാക്കിയത്. എന്ന് വെച്ചാൽ സാധാരണ രീതികളിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വഴികളിലൂടെയാണ് അദ്ദേഹം പോയത് ജീവിതത്തിൽ എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അപ്പം ആദ്യമായിട്ട് നോവൽ എഴുതുന്നതിന് അദ്ദേഹത്തെക്കുറിച്ച്, അത് ഈ പുസ്തകത്തിലല്ല, അതിനു മുമ്പ് തന്നെ സാഹിത്യം ശ്രദ്ധിക്കുന്ന, മുറാക്കാമിയുടെ സാഹിത്യം ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് അറിയാവുന്നൊരു കാര്യം, അദ്ദേഹം ആദ്യമായിട്ട് നോവൽ എഴുത്തിലേക്ക് തിരിഞ്ഞത് വളരെ വിചിത്രമായ ഒരു സംഭവത്തിലൂടെയാണ്. അത് പലപ്പോഴായിട്ട് ആവർത്തിച്ചുള്ളതാണ്. നോവലിസ്റ്റ് എന്ന നിലയ്ക്ക് ഹരൂക്കി മുറാക്കാമി ഇഷ്ടപ്പെടുന്ന, വായിക്കുന്ന ആളുകൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടൊരു കഥയാണത്. ഒരു തവണ അദ്ദേഹത്തിൻ്റെ വീടിനടുത്തുള്ള അദ്ദേഹം വളരെ വലിയ ബേസ്ബോൾ ആരാധകനാണ്. വലിയ ടൂർണമെൻറ്റുകൾ നടക്കും. അങ്ങനെ ഒരു ബേസ്ബോൾ ടൂർണമെൻറ്റ് കാണാൻ വേണ്ടി പോവുകയും അവിടെ ഒരു സ്റ്റേഡിയത്തിൽ ഇരുന്നിട്ട് ഒരുപാട് ആളുകൾക്കൊപ്പം ഈ സ്റ്റേഡിയത്തിൽ ഇരുന്ന് കണ്ട് അദ്ദേഹത്തിന് പ്രിയപ്പെട്ടൊരു ടീമും കളിക്കാരനുമുണ്ട്. ആ കളിക്കാരൻ ഒരു പ്രധാനപ്പെട്ട നിർണായകമായൊരു മുന്നേറ്റം എന്ന് വെച്ചാൽ ഒരു ഗോളടിക്കോ അങ്ങനെ എന്തോ ബേസ്ബോളുമായി ബന്ധപ്പെട്ട എന്തോ ഒരു സംഗതിയിൽ ഒരു സക്സസ് ഉണ്ടായപ്പോൾ ആ ഒരൊറ്റ നിമിഷത്തിൽ പെട്ടെന്നൊരു തോന്നലാണ്, അതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത, എനിക്കൊരു നോവൽ എഴുതാനാവും. ഇതാണ് ഹരൂക്കി മുറാക്കാമിയെ നോവൽ എഴുത്തിലേക്ക് നയിച്ച സന്ദർഭം എന്ന് ഈ പുസ്തകത്തിൽ അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ട്. അവിടെ നിന്ന് കളി പൂർത്തിയായതിനു ശേഷം നേരെ ഒരു വാഹനത്തിൽ കയറിയിട്ട്, എന്ന് വെച്ചാൽ ഒരു ട്രെയിനിൽ കയറിയിട്ട് ഒരു സ്ഥലം വരെ പോയിട്ട് അവിടുന്ന് ഒരു വലിയ കെട്ടുകണക്കിന് പേപ്പർ വാങ്ങിച്ച് വീട്ടിൽ വന്ന് എഴുതി തുടങ്ങിയാണ് അദ്ദേഹം ഹിയർ ദ വിൻഡ് സിംഗ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആദ്യ നോവൽ എഴുതിയത്. ആ നോവലിനാണ് അവിടുത്തെ പ്രശസ്തമായുള്ള ഗുൻസോ പ്രൈസ് എന്ന് പറയുന്ന ഒരു സമ്മാനം കിട്ടുന്നത്. ഈ നോവൽ എഴുത്തിൽ തുടരാം എന്ന നിലക്ക് തനിക്കൊരു ആവേശം നൽകിയത് ഇതാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുവരെയുള്ള ജീവിതം എന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ട് പിടിച്ചാണ്. ഇപ്പം അദ്ദേഹം അതിനകത്ത് എഴുതുന്നുണ്ട്. അതായത് ഈ പറയുന്ന വൺ നൈറ്റ് മൈ വൈഫ് ആൻഡ് ഐ വെർ ട്രഡ്ജിങ് ഹോം വിത്ത് അവർ ഹെഡ്സ് ഡൗൺ, too broke to make the bank payment that was due the next day, when we stumbled upon a crumbled wad of bills lying in the street. Whether it was synchronicity of some kind of sign, I don't know, but strange to say, it was exactly the amount we needed. It really saved us, since otherwise our check would have bounced. ജാസ് ബാറിലെ ജോലി കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണ്. തല താഴ്ത്തിയിട്ട് അങ്ങേയറ്റം ദുഃഖഭരിതരായിട്ടാണ് വരുന്നത്. കാരണം നാളെ അവസാന ദിവസമാണ് ഒരു ലോണിൻ്റെ തിരിച്ചടവ്. അത് മുടങ്ങും, വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകും, എവിടെ നിന്നും പണം കിട്ടാനില്ല. അതിങ്ങനെ വളരെ പ്രയാസത്തോടെ നടന്നു വരുമ്പോൾ, ഇവർ തല താഴ്ത്തി വരുമ്പോൾ ഇവർക്ക് താഴെ നിന്ന് ഒരു കെട്ട് നോട്ട് കിട്ടുകയാണെന്നാണ്, ഒരു പണം കിട്ടുകയാണ് എന്നാണ്. അത് മാത്രമല്ല മുറാക്കാമി പറയാണ്, കൃത്യമായിട്ട് എത്രയാണോ പിറ്റേന്ന് നടക്കേണ്ടത് അതേ തുകയാണ് കിട്ടുന്നത് എന്ന്. അതിപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇതിപ്പോൾ എങ്ങനെയാണ് ഞാനിത് വിശദീകരിക്കാമെന്ന് അറിയില്ല, പക്ഷേ ഫോർ സം റീസൺ സ്ട്രെയിൻ തിങ്സ് ലൈക്ക് ദിസ് ഹാപ്പൻ ഫ്രം ടൈം ടു ടൈം ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ വേറെയും അത്തരം സ്ട്രേഞ്ച് സംഗതികൾ ഉണ്ടായിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുകയാണ്. ദർ ഈസ് ഇൻ മച്ച് പോയിന്റ് ടു അപ്പോൾ, അതായത് അദ്ദേഹം പറയുകയാണ്, ഇത് പോലീസിനെ ഏൽപ്പിക്കേണ്ടതായിരുന്നു, ഇത്രയും പണം എനിക്ക് കിട്ടിയാൽ സ്വാഭാവികമായിട്ടും, പക്ഷേ അത് ഞാനപ്പോൾ നേരെ കൊണ്ടുപോയിട്ട് ലോൺ അടക്കുകയാണ് ചെയ്തത്. പിന്നെ ആ കടം ഞാൻ സമൂഹത്തോട് പല വിധത്തിലായിട്ട് വീട്ടിൽ തീർത്തല്ലോ എന്ന് അദ്ദേഹം ഒരു വരി കൂടി എഴുതുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ട് പിടിച്ച സാഹചര്യത്തിലൂടെ പോകുമ്പോഴാണ് അദ്ദേഹം നോവലിസ്റ്റ് എന്ന നിലയ്ക്ക് ലബ്ധപ്രദർശനാകുന്നത്. അപ്പോൾ അങ്ങനെ വളരെ കഷ്ടപ്പെട്ട ജീവിതത്തിലൂടെ മുന്നോട്ട് പോയിട്ടാണെങ്കിലും തൻ്റെ തൊഴിൽ അല്ലെങ്കിൽ തൻ്റെ ജീവിതായോധനത്തിലുള്ള മാർഗ്ഗം ഇതാണ്, നോവൽ എഴുതാതെ എനിക്ക് മുന്നോട്ട് പോകാനാകില്ല എന്ന് തിരിച്ചറിഞ്ഞ് അങ്ങനെ തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. വളരെ പെട്ടെന്ന് അദ്ദേഹം പിന്നീട് ഈ പറയുന്ന ജപ്പാൻ സാഹിത്യത്തിൽ അതുവരെ ഉണ്ടായിരുന്ന രീതികളെ ബ്രേക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് വലിയ തോതിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായെങ്കിലും, എന്ന് വെച്ചാൽ ഈ ഞാൻ പറഞ്ഞ പോലെ കെൻസാബുറോ ഓയി, യുക്കിയോ മിഷിമ എന്നൊക്കെ പറഞ്ഞാൽ വളരെ വലിയ പാരമ്പര്യം സാഹിത്യത്തിൽ, ലോക സാഹിത്യത്തിനകത്ത് വളരെ പ്രത്യേകതയാർന്ന സ്ഥാനങ്ങളുള്ള മഹാമനീഷികൾ, മഹാ നോവലിസ്റ്റുകളുള്ള രാജ്യമാണ് ജപ്പാൻ എന്ന് ഓർക്കണം, ഭാഷയാണ് ജപ്പാൻ എന്ന് ഓർക്കണം. അവിടെ ഈ ഒരു വെസ്റ്റേൺ താല്പര്യങ്ങളുള്ള, വെസ്റ്റേൺ സിമ്പിൾസ്, അടയാളങ്ങൾ അങ്ങനെ തന്നെയുള്ള ഈ ഹരൂക്കി മുറാക്കാമിയുടെ നോവലുകൾ ആ നിലക്കുള്ള വിമർശനങ്ങൾക്കും ഇരയായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വഴിയിലൂടെ തന്നെ മുന്നോട്ട് പോവുകയും വലിയ തോതിലുള്ള പുസ്തകങ്ങൾ ബാക്ക് ടു ബാക്ക് അങ്ങനെ ഇറങ്ങുകയും ചെയ്തു. ആളുകൾക്ക്, വലിയ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ വല്ലാത്ത തോതിൽ ഏറ്റെടുക്കുകയും ചെയ്യുന്ന സാഹചര്യം വന്നു.
അവിടെയാണ് നമ്മൾ ഈ മൂന്നാമത്തെ ലേഖനം, പ്രധാനപ്പെട്ട ഒരു ലേഖനം എന്ന നിലക്ക്, കുറിപ്പെന്ന നിലക്ക് നമ്മൾ കാണുന്ന ഓൺ ലിറ്റററി പ്രൈസസ്, അവാർഡുകളെ കുറിച്ച് അദ്ദേഹം എഴുതിയിരിക്കുന്നത് എന്താണ് എന്ന് ഓർക്കുക. നൊബേൽ പ്രൈസ് ഞാൻ നേരത്തെ പറഞ്ഞു, നൊബേൽ പ്രൈസ് കിട്ടാത്ത മഹാസാഹിത്യകാരനാണ് ഹരൂക്കി മുറാക്കാമി. അദ്ദേഹത്തിന് ഇനി നൊബേൽ പ്രൈസ് കിട്ടുമെന്ന് നമുക്കറിയില്ല. പക്ഷെ അത് ഇപ്പോൾ ഒരു സാഹിത്യ മേഖലയിൽ പ്രധാനപ്പെട്ട തമാശയും ചർച്ചയും തന്നെയായിട്ട് മാറിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. മറ്റൊരു അദ്ദേഹത്തിന് കിട്ടാത്ത ഒരു പ്രധാനപ്പെട്ട അവാർഡ്, സമ്മാനം അകുതഗാവ പ്രൈസ് എന്ന് പറയുന്നതാണ്. അകുതഗാവ പ്രൈസ് ഇപ്പോൾ ലോകത്തിലെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്നതുകൊണ്ടും കിട്ടിയ വലിയ എഴുത്തുകാരുടെ പേരുകൾ പ്രധാനപ്പെട്ടത് ഒക്കെ അറിയാവുന്ന ആളുകൾക്ക് അകുതഗാവ പ്രൈസ് വലിയൊരു നോവൽ സമ്മാനമാണ്, സാഹിത്യ സമ്മാനമാണ് ജപ്പാനിലേത്. ഒരുപക്ഷെ നമ്പർ 1 സാഹിത്യ സമ്മാനം എന്ന് തന്നെ പറയാം. അത് ആ പേര് തന്നെ, ഇപ്പോൾ അകുതഗാവ എന്ന് വെച്ചാൽ റിനോസുക്കെ അകുതഗാവ എന്ന് പറയുന്ന അവരുടെ ജപ്പാനിലെ ഏറ്റവും വലിയ കഥാകൃത്തുക്കളിൽ ആളാണ് റിനോസുക്കെ അകുതഗാവ. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് വളരെ വർഷങ്ങളായിട്ട് 1930കളൊക്കെ തൊട്ട് തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പുരസ്കാരമാണ് ഈ അകുതഗാവ. അതുകൊണ്ട് തന്നെ അകുതഗാവ പ്രൈസ്, അതുകൊണ്ട് തന്നെ അതിൻ്റെതായുള്ള ഒരു ലെഗസിയും ഒരു പ്രശസ്തിയുമുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ അകുതഗാവ നമുക്കറിയാം, അതായത് റാഷമോൺ സിനിമയ്ക്ക് ആധാരമായിട്ടുള്ള കഥ അദ്ദേഹത്തിൻ്റെതാണ്. സിനിമ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് റാഷമോൺ ലോക സിനിമയിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ, അകിര കുറസോവ എന്ന് പറയുന്ന ഗംഭീരനായിട്ടുള്ള സംവിധായകൻ്റെ ഈ ലോക പ്രശസ്തമായ റാഷമോൺ എന്ന് പറയുന്ന സിനിമയുടെ മൂലകഥ റിനോസുക്കെ അകുതഗാവ എന്ന കഥാകൃത്തിൻ്റെതാണ്. അത് അവിടുത്തെ വളരെ വളരെ വലിയ അവിടുത്തെ എഴുത്തച്ഛനാണ് അദ്ദേഹം എന്ന് പറയാം. ഇപ്പോൾ യൂക്കിയോ മിഷിമ, കെൻസാബുറോ യോയെ, റിയു മുറാക്കാമി, ബനാന യാഷിമോട്ടോ, സയാക്ക മുറാത്ത, ഹിതോമി കനഹാര, മീക്കോ കവാകാമി എന്ന് പറഞ്ഞ് ഈ ആദ്യകാലത്തെ ഓയെ തൊട്ട് യൂക്കിയോ മിഷിമ തൊട്ട് ഇപ്പോൾ ഈ മീക്കോ കവാകാമി വരെയുള്ള ആളുകൾക്കെല്ലാം കിട്ടിയിട്ടുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള ഈ സമ്മാനമാണ് ഈ പറയുന്ന അകുതഗാവ പ്രൈസ്. അത് പക്ഷേ മുറാക്കാമിക്ക് കിട്ടിയിട്ടില്ല. അത് അദ്ദേഹത്തിന് ഒരു ചെറിയ ബുദ്ധിമുട്ട് അതിനകത്തുണ്ട് എന്ന് നമുക്കിത് വായിക്കുമ്പോൾ മനസ്സിലാവും. പക്ഷേ അദ്ദേഹം അതിനെ കണക്കാക്കുന്നേയില്ല. ഈ നോവലിസ്റ്റുകളാകാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർ അവർ വായിക്കേണ്ടുന്ന ഒരു പുസ്തകങ്ങളിൽ ഒന്നാണ് ഈ നോവലിസ്റ്റ് ആസ് എ വൊക്കേഷൻ. വളരെ ലളിതമായിട്ടൊരു പുസ്തകമാണ്. പക്ഷേ എങ്കിലും എങ്ങനെ ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ട് നോവലിസ്റ്റിൻ്റെ നോവൽ എഴുത്തുകാരൻ എന്ന നിലക്കുള്ള ജീവിതം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന പുസ്തകം എന്നാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത്. വ്യക്തിപരമായിട്ടുള്ള സവിശേഷത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം വളരെ നേരത്തെ കിടന്നുറങ്ങും. അത് ഇതിനകത്ത് പറയേണ്ടത്, വളരെ നേരത്തെ കിടന്നുറങ്ങും അദ്ദേഹം. എന്നിട്ട് വളരെ പുലർച്ചെ എഴുന്നേൽക്കും. എന്നിട്ട് അദ്ദേഹത്തിന് വർക്കൗട്ട് എന്ന് വെച്ചാൽ വലിയ എക്സസൈസ് ചെയ്യുന്ന ആളാണ്. അദ്ദേഹം വലിയ മാരത്തോൺ ഓട്ടക്കാരനാണ്. എന്ന് മാത്രമല്ല ഈ മാരത്തോൺ ഓട്ടത്തെ ആസ്പദമാക്കിയിട്ട് അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിങ്ങനെയാണ് അതിൻ്റെ പേര്, വാട്ട് ഐ ടോക്ക് അബൌട്ട് വെൻ ഐ ടോക്ക് അബൌട്ട് റണ്ണിങ്. MMA. ഓട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ എന്തൊക്കെയാണ് പറയുന്നത് എന്ന നല്ല രസകരമായ ഒരു ടൈറ്റില്. അത് റെയ്മണ്ട് കാർവർ എന്ന നോവലിസ്റ്റിന്റെ ഒരു നോവലിന്റെ ടൈറ്റിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ പേര്. അപ്പോൾ അങ്ങനെ വളരെ രസകരമായിട്ടുള്ള ടൈറ്റിലുള്ള ഒരു പുസ്തകം കൂടെ ഓട്ടത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പം രാവിലെ അതിപുലർച്ചെ എഴുന്നേൽക്കുക, ദിവസവും 10 പേജ് മസ്റ്റായിട്ടും അദ്ദേഹം എഴുതും. ദിവസവും 10 പേജ് അദ്ദേഹം എഴുതിയിരിക്കും. അതായത് അദ്ദേഹത്തിന് വലിയ ഒരു പ്രചോദനമുള്ള, ഒരുപാട് എഴുതണം തോന്നുന്ന ദിവസങ്ങളിലാണെങ്കിൽ ഒരുപാട് എഴുതും. ഈ 10 പേജിലൊക്കെ കൂടുതൽ എഴുതും അദ്ദേഹം. ആ ഒരു പ്രചോദനം എന്ന് പറയുന്ന സംഗതി, അല്ലെങ്കിൽ കഥയിലേക്ക് അദ്ദേഹത്തിന് അങ്ങനെ എഴുതാൻ പറ്റുന്ന ദിവസങ്ങളാണെങ്കിൽ ഒരുപാട് എഴുതും. പക്ഷേ എഴുതാൻ പറ്റാത്ത ദിവസമാണെങ്കിലും അദ്ദേഹം എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് അദ്ദേഹത്തിന്റെ വർക്കൗട്ട് കഴിഞ്ഞാൽ അദ്ദേഹം 10 പേജ് നിർബന്ധമായിട്ട് എഴുതിയിരിക്കും. അത് ഉപയോഗിക്കുമോ ഇല്ലയോ എന്ന് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ ആസ് എൻ എക്സസൈസ് അദ്ദേഹം ദിവസവും 10 പേജ് നിശ്ചയമായിട്ടും എഴുതും എന്നാണ് അദ്ദേഹം ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ അതൊക്കെ ചേർന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു പുസ്തകമാണിത്. ഇത് നിങ്ങൾ നോവലിസ്റ്റുകളും എഴുത്തുകാരാകാൻ ആഗ്രഹിക്കുന്ന ആളുകളും വായിക്കണമെന്ന് പറയുന്നതിൻ്റെ എന്തുകൊണ്ടാണെന്ന് സൂചിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനത്തിൻ്റെ അവസാന ഭാഗം മാത്രം വായിച്ചിട്ട് ഞാൻ നമ്മുടെ ഈ എപ്പിസോഡ് നിർത്താം. അതിങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഭാഗം. സോ ഇഫ് യുവർ എയിം ഈസ് ടു റൈറ്റ് ഫിക്ഷൻ, നിങ്ങൾ ഫിക്ഷൻ എഴുതാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ടേക്ക് എ ക്ലോസ് ലുക്ക് അറൗണ്ട് യു. ദ വേൾഡ് മേ അപ്പിയർ എ മുണ്ടൈൻ പ്ലേസ്, ബട്ട് ഇൻ ഫാക്ട് ഈസ് filled with a variety of enigmatic and mysterious ores. Novelists are people who happen to have the knack of discovering and refining that raw material. Even more wonderful, the process costs virtually nothing. If you are blessed with a pair of good eyes, you too can mine the ore you choose to your heart's content. നിങ്ങൾക്ക് ഒരു നല്ല നോവലിസ്റ്റ് ആകാൻ ഈ ലോകത്തെ നോക്കിക്കാണാൻ വളരെ സൂക്ഷ്മമായിട്ട് കാണാൻ പറ്റുന്ന 2 കണ്ണുകളെ ആവശ്യമുള്ളൂ. മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ട് പിടിച്ചൊരു കാര്യമില്ല. ലോകത്തെ നന്നായിട്ട് സൂക്ഷ്മമായിട്ട് അറിയാൻ ആവശ്യമായ ഒരു 2 കണ്ണുകൾ, ഒരു ജോഡി കണ്ണുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കും നോവലിസ്റ്റ് ആവുകയാണെങ്കിലോ അദ്ദേഹം ഈ ലേഖനം നിർത്തുകയാണ്. ക്യാൻ യു തിങ്ക് ഓഫ് എ മോർ വണ്ടർഫുൾ വേ ടു മേക്ക് എ ലിവിങ്? നിങ്ങൾക്ക് ആലോചിക്കാനാകുന്നുണ്ടോ ഇത്രക്കും മനോഹരമായ മറ്റൊരു ജീവിതോപാധിയെക്കുറിച്ച്, ഒരു തൊഴിലിനെ കുറിച്ച് എന്ന് ചോദിച്ച് അദ്ദേഹം നിർത്തുകയാണ്. അതായത് നമ്മളപ്പോൾ വീണ്ടും ആലോചിക്കുകയാണ്, ഈ പുസ്തകത്തിന്റെ പേര് നോവലിസ്റ്റ് ആസ് എ വൊക്കേഷൻ എന്നാണ്. ഒരു തൊഴിൽ എന്ന നിലയിൽ നോവലിസ്റ്റ് ആയിരിക്കുക എന്ന് വെച്ചാൽ എത്രക്കും മനോഹരമായ ഒരു കാര്യമാണ് തനിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹരൂക്കി മുറാക്കാമി എന്ന ജാപ്പനീസ് നോവലിസ്റ്റ്, ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന, ഏറ്റവും സെലിബ്രേറ്റഡ് ആയിരിക്കുന്ന, നൊബേൽ പ്രൈസ് കിട്ടിയിട്ടില്ല എന്നതുപോലും വലിയ ചർച്ചകൾക്ക് ആധാരമായിരിക്കുന്ന ഈ നോവലിസ്റ്റ് അദ്ദേഹത്തിന്റെ പുസ്തകം അവസാനിപ്പിക്കുന്നത്.
ഇത് ടു ടെൽ ദ ടെയിലിൻ്റെ 2ാം എപ്പിസോഡാണ്. 2ാം എപ്പിസോഡിൽ തന്നെ മുറാക്കാമിയുടെ പുസ്തകം പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു പുസ്തകമായിട്ട് വരാം. ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ മുറാക്കാമിയുടെ ഏതെങ്കിലും ഒരു നോവലിനെ കുറിച്ച് കൂടെ സംസാരിക്കണമെന്ന ആഗ്രഹത്തോടെ ബൈ.